കേരളത്തിൽ വരുന്ന 2 തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി അതിവേഗം ഒരുങ്ങുകയാണ് ബി.ജെ.പി. അതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ ഈ മാസം 22-ന് വീണ്ടും വരികയാണ്. കഴിഞ്ഞ മാസം നൽകിയ ആ ടാർഗറ്റ് ലക്ഷ്യങ്ങൾ ഈ മാസം പൂർണ്ണമായി പ്രവർത്തനം നടത്തിയോ എന്ന് വിലയിരുത്താനായാണ് അമിത്ഷാ വരുന്നത്. ഈ നീക്കങ്ങൾ വരുന്ന 2 തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമായി മാറുമോ? തീർച്ചയായിട്ടും അതൊരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ പ്രവർത്തിച്ചു പോവുകയാണ്. അത് ശരിയായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. ആ കോർഡിനേഷൻ നടക്കുന്നുണ്ട്. ഓരോ മീറ്റിങ്ങിൻ്റെയും ഗുണം എന്താണ്? മീറ്റിംഗ് കൊണ്ട് വോട്ടുകൾ കൂടുകയല്ല, പക്ഷേ അതിൻ്റെ ഒരു കോർഡിനേഷൻ, ഏകോപനം ഉണ്ടാവുക. അതിനാണിപ്പോൾ ഒരു മീറ്റിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റിയുടെ മീറ്റിംഗ് നടന്നു. അപ്പോൾ സുരേഷ് പത്രസമ്മേളനത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പിന്നെ 22-ാം തീയതി കൊച്ചിയിലെത്തുകയാണ് അമിത്ഷാ. തീർച്ചയായിട്ടും കൊച്ചിയിലെത്തുന്നതിൻ്റെ പിന്നിൽ ഒരു സന്ദേശമുണ്ട്. വഖഫ് നിയമത്തിന്, പഴയ വഖഫ് നിയമത്തിന് വിധേയരായിട്ട് ഇരയായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ, അവരുടെ സങ്കടങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. കാരണം എന്താണ്? പുതിയ വഖഫ് നിയമപ്രകാരം അവരുടെ സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടതിൽ. അവർക്ക് കോടതിയിൽ പോവാം. അവർ വഖഫ് കോടതിയെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ജില്ലാ കളക്ടർക്ക് ഇടപെടാം. അങ്ങനെ പലതരത്തിലുള്ള പരിഹാരങ്ങൾ അവിടെ ലഭ്യമാണ്. അപ്പോൾ ആ നിയമ അനുസാരമായ രീതിയിൽ പരിഹാരം കിട്ടുന്നതേ ഉള്ളൂ. പക്ഷേ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അതിൽ കക്ഷി ചേർന്നുകൊണ്ട് അതിനെതിരെ വാദിക്കുകയും അതിന് സ്റ്റേ ഉണ്ടാവുകയും ആ നടപടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കോടതികളുടെ നടപടികൾ വളരെ കാലമെടുക്കും അതിനൊരു ഉത്തരവും വിധിയും ഉണ്ടാവും. അപ്പോൾ ആ വിധി വരുമ്പോൾ മാത്രമേ, വിധിക്കനുസരിച്ച് മാത്രമേ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അവിടെ ബോധ്യമാണല്ലോ ബി.ജെ.പിയുടെ ആത്മാർത്ഥതയും മറ്റുള്ളവരുടെ പ്രീണന നയങ്ങളും ആ ഒരു സംഭവം കൊണ്ട് തന്നെ വ്യക്തമാകുന്നുണ്ട്. എനിക്കറിയില്ല അമിത്ഷാ അവരെ പോയി കാണുമെന്നോ. അമിത്ഷാ ഇതുവരെ പോയിട്ടില്ല അവിടെ. അദ്ദേഹം അതിന് പോകാനുള്ള സമയം ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം അങ്ങോട്ടൊരു സന്ദർശനം നടത്തിയാൽ അത് തീർച്ചയായിട്ടും തൊട്ട് അടുത്തു നിൽക്കുന്ന ഏതാനും നാളുകൾക്കപ്പുറം വിജ്ഞാപനം ഇറങ്ങാവുന്നത്. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ, പരാതികളുണ്ടെങ്കിലും അതിൻ്റെ പ്രക്രിയ വഴി ഇപ്പോൾ പുതിയ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകാം. ആ പ്രക്രിയ അങ്ങോട്ട് ആരംഭിക്കുകയായി. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരികയാണ്. അതുകൊണ്ട് ലംഘനങ്ങൾ പാടില്ല അതിനകത്ത്. അതിനുശേഷം എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നടത്താനോ ഒന്നും പറ്റുകയില്ല. തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ നടക്കാൻ പറ്റും, പക്ഷേ എന്തെങ്കിലും നടപടികൾ എടുക്കാൻ കഴിയുകയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വരികയാണ്. ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റാതെ. അപ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്ന മിക്കവാറും അവിടെ പോകും. തന്നെയല്ല, അദ്ദേഹം അതുപോലെ തന്നെ കോതമംഗലത്തുള്ള സോന എന്ന് പറയുന്ന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാനും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ ടാർഗറ്റുകൾ വെക്കുന്ന ആളാണ് അമിത്ഷാ. നിങ്ങളൊരു 35 സീറ്റ് പിടിക്കണമെന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത്, ടാർഗറ്റായിട്ട് വെച്ചത്. കാരണം അതിന് മാത്രമുള്ള പണം കൊടുക്കുന്നുണ്ട് കേന്ദ്ര ഫണ്ടിൽ നിന്ന്. കേന്ദ്ര ഫണ്ടെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ല, ബി.ജെ.പിയുടെ കേന്ദ്ര ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നു. നല്ല രീതിയിൽ സ്ഥാനാർത്ഥികൾക്ക് പണം കിട്ടിയിരുന്നു. എല്ലാം അത് പ്രകടവുമായിരുന്നു അതിൻ്റെ ആ പ്രകടനപരതയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഫണ്ട് കൊടുക്കുമ്പോൾ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ടാർഗറ്റ് വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കട്ട് ആൻഡ് റൈറ്റ് ആണ്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. 35 സീറ്റ് നിങ്ങൾ നേടുക, അല്ലെങ്കിൽ നിങ്ങളുടെ പരാജയം തന്നു. ഞങ്ങൾ പണം തന്നു, അതിന് വേണ്ടുന്ന മൂലധനം തന്നു, നിങ്ങൾക്ക് വേണ്ട അസറ്റും ഉണ്ട്, പിന്നെ നിങ്ങളിതെന്തുകൊണ്ട് ചെയ്തു? അതാണ് പറഞ്ഞത്, എക്സിക്യൂട്ടീവ് സ്റ്റൈലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേരള ബി.ജെ.പിക്ക് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിലാണ് രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചേഞ്ച് വന്നു ലീഡർഷിപ്പ്. സഭയിൽ ഒരു പരിധി നോക്കിയ അല്ലേ, ഒരു 3-4 സീറ്റ് ലക്ഷ്യമിട്ട് ഒരു സീറ്റ് നേടി. അതിപ്പോൾ വിവാദത്തിൽ ഇങ്ങനെ ആണല്ലോ, അർത്ഥരഹിതമാണെന്ന് ജനങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. 74,000 വോട്ടിന് ജയിച്ച ആള് 11ന്റെ കണക്കും പറഞ്ഞിറങ്ങും. 11 കള്ളവോട്ട് ചേർന്നു. അത് സുവർണ അവസരമായി. കാരണം ഇതിപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരിക എന്ന് പറയുന്നൊരു കുറ്റമോ പാതകമോ ഭീകര പ്രവർത്തനമോ ഒന്നുമല്ല. പക്ഷേ 2 വോട്ട് ഇയാൾ ചെയ്തു, ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്തു. സുരേഷ് ഗോപി ചെയ്തിട്ടില്ല, സുഭാഷ് ഗോപി ചെയ്തിട്ടില്ല, കുടുംബത്തിനെ ആരും ചെയ്തിട്ടില്ല. സുരേഷ് ഗോപിക്ക് ഫേവറബിളായിട്ട് വോട്ട് ചെയ്തു എന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ള തെറ്റ്.
അതൊരു എല്ലാം കൂടെ വന്ന ഒരു അല്ല, ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു മാധ്യമ പ്രവർത്തക പരാതി നൽകിയിരുന്നല്ലോ. അപ്പോൾ ഒരു സുരേഷ് ഗോപി വലിയ റീച്ചാണ് ലഭിച്ചത്. അതെ, അതിന് സമാനമായി തന്നെയാണ് ഈ വോട്ടർ പട്ടികയും വലിയ റീച്ചാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലതവണ സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൽ വന്നു, ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ വലിയ സ്വീകരണങ്ങൾ ലഭിക്കുന്നുണ്ട്. തന്നെയല്ല, വേറെ ചില ഫാക്ടേഴ്സ് കൂടിയുണ്ട്. അദ്ദേഹം മൗനത്തിലാണ്, അദ്ദേഹം വായടച്ചു വെക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അല്ലെങ്കിൽ സിനിമാറ്റിക് ആയിപ്പോവും. അതങ്ങ് വളരെയധികം വോളട്ടൈലായിട്ട് അദ്ദേഹം പ്രതികരിക്കും. അദ്ദേഹം ഒരിക്കലും റെസ്പോണ്ട് ചെയ്യില്ലല്ലോ, റിയാക്ട് ചെയ്യുക. റിയാക്ട് എന്ന് പറഞ്ഞാൽ സിനിമയിലെ കമ്മീഷണറെ പോലുള്ള റിയാക്ഷൻസാണ് വരുന്നത്. അത് രാഷ്ട്രീയത്തിനൊട്ടും ചേർന്നതല്ല. കാരണം അതിൽ വിവാദമാക്കാവുന്നവ എടുത്തിട്ട് പത്രങ്ങളങ്ങ് പെരുമാറും, നശിപ്പിച്ചു കളയും. അത് അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കി. മീഡിയ വൺ മാധ്യമങ്ങൾ നടത്തിയ കുൽസിതമായ ശ്രമം ഒന്ന് തൊട്ടതേ ഉള്ളൂ. അതിനെ ഒരു വലിയ സ്റ്റോറിയാക്കിക്കൊണ്ട്, ഒരു പീഡനമാക്കിക്കൊണ്ട് തേൻകണിയാക്കുന്ന പോലൊരു പ്രവർത്തനമാണ് ആര് ചെയ്തത്? മീഡിയ വൺകാർ ചെയ്തത്. അവരുടെ ഈ പെൺകുട്ടി അല്ലാതെ പറഞ്ഞ് മീഡിയ വണ്ണിൻ്റെ ഓഫീസിലിരുന്ന് അവിടുത്തെ മെനഞ്ഞെടുത്ത ഒരു നെറേറ്റീവ്, ഒരു ടൂൾ കിറ്റായിട്ട് വന്നു. അദ്ദേഹത്തിനെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം എത്രയോ സുന്ദരികളുള്ള ഒരു ഫീൽഡാണ് സിനിമ എന്ന് പറഞ്ഞാൽ. അവിടെ ഒരൊറ്റ പെൺകുട്ടി പോലും ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെതിരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സംഭവം വന്നപ്പോൾ ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എത്രയോ താരങ്ങളാണ് വന്നത്. നെഗറ്റീവായിട്ട് ഒരൊറ്റ താരം പോലും വന്നിട്ടില്ല. അപ്പോൾ അവിടെ സത്യസന്ധത, അദ്ദേഹം അഗ്നിശുദ്ധനാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ലെന്നാണ് ചില താരങ്ങൾ പറഞ്ഞത്. പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അത് വലിയൊരു മൈലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർമാരുടെ കാര്യത്തിലും, സിസ്റ്റർമാർ അവിടെ മതപരിവർത്തന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ ഈ പറയുന്ന കേരള മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചമയ്ക്കുന്ന വ്യാജ സ്റ്റോറികളിൽ നമ്മൾക്കിനി വിശ്വാസ്യത തോന്നേണ്ട കാര്യമേ ഇല്ല. പക്ഷം പിടിക്കുകയും പാർട്ടി പക്ഷം പിടിക്കുകയാണ് പ്രധാന പത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെയുള്ള സ്റ്റോറിയിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നറേറ്റീവുകൾ ഉണ്ടാവും. BJP എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറക്കിയിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം തന്നെയും അതുപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുകയും ചെയ്യും. സത്യത്തിൻ്റെ മുകളിൽ ഹിരൺമയേന പാത്രേന എന്ന് പറയുന്നത് പോലെ ഈ സത്യം ഈ മാധ്യമങ്ങളുടെ വാർത്തകൾ കൊണ്ട് മൂടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അത്തരം ഒരവസ്ഥ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് നല്ലതല്ല. അതുകൊണ്ട് മൗനം അദ്ദേഹത്തിന്, സൈലൻസ് ഈസ് ഗോൾഡൻ, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അത് ഗോൾഡനാണ്. ആ മൗനമാണ് അദ്ദേഹത്തിന് നല്ലത്. കാരണം അദ്ദേഹത്തിന് നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം പല പ്രസ്ഥാനങ്ങളിലും നടത്തി പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് വാർത്തകളായിട്ട് ബുഭുക്ഷുക്കളായിട്ടുള്ള മാധ്യമങ്ങൾക്ക് അത് വലിയൊരു അവസരവുമായിട്ട് തീരും. അതുകൊണ്ടാണ് വളരെ കർശനമായിട്ടുള്ള മൗനം അദ്ദേഹം പറയേണ്ടടുത്ത് പറയുന്നുമുണ്ട്. കോതമംഗലത്ത് സോനയുടെ വീട്ടിൽ പോയി പറയേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, ആശ്വസിപ്പിച്ചു, വേണ്ട ആത്മവിശ്വാസം അവർക്ക് നൽകി. അതുപോലെ തന്നെ അദ്ദേഹം ഓരോ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട്, സഭകളുടെ കാര്യത്തിലായാലും ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട ഉറപ്പുകൾ നേരിട്ട് നൽകുന്നു. അല്ലേ, അതാണ് ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഈ അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP ഒരുങ്ങും. വളരെ മുമ്പേ ചെയ്യാറുണ്ട്. അവർ വലിയൊരു ഹോംവർക്ക് ചെയ്യാറുണ്ട്. അതിനാണിപ്പോൾ 22-ാം തീയതി വരുന്നത്. 22-ാം തീയതി ഓരോരുത്തരും എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ, അതിനെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഇത് വേണം, കോർഡിനേഷനിന് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാവണം. അതൊരു തുടർ പ്രക്രിയയായിട്ട് ഇനിയും വരും. അദ്ദേഹം വരികയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് ഒരു പ്രസിഡന്റ് വേണ്ട, അമിത്ഷാനെ മതിയെന്ന് തോന്നുന്നു. ദേശീയ പ്രസിഡന്റ് ഇതുവരെ ആയിട്ടില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് ഈ വൈസ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിൻ്റെ തിരക്കുകളൊക്കെ വരും. അപ്പോൾ അതിനു മുമ്പേ വന്ന ഒരു സന്ദർശനം തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ഈ മതവെറിയുടെ ഇരകളായിട്ടുള്ള ആൾക്കാരെ കൂടെ ഒന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയാൽ അത് കേരളത്തിൽ BJPക്ക് മൊത്തത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും വലിയ മൈലേജ് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ സർവ്വ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കാലം അധികാരത്തിലിരുന്ന ആഭ്യന്തരമന്ത്രിയായിട്ട് തിളങ്ങുന്ന ഒരു കാലമാണ്. പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഇനിയും കിടക്കുന്നു. കുറേ ദിവസങ്ങൾ കൂടി വേണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്നുള്ള ഖ്യാതി ലഭിക്കാൻ. പക്ഷേ ആഭ്യന്തരമന്ത്രിയായിട്ട് ഏറ്റവും അധികം കാലം ഇരുന്ന ആഭ്യന്തരമന്ത്രി എന്നുള്ളൊരു ഖ്യാതിയും കൂടി ലഭിച്ച് കരിഷ്മ കുറച്ചുകൂടെ കൂടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം വരുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം അഡ്രസ്സ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം, ലവ് ജിഹാദ്, ഇതെല്ലാം വിഷയങ്ങളായിട്ട് തന്നെ വരും. അതിനെതിരെ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളും വ്യക്തമാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.